മക്കളെയൊക്കെ പല്ല് തേപ്പിക്കാറില്ലേ? സാധാരണ നമ്മൾ ഇതുപോലത്തെ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ടങ് ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ടാണ് പല്ല് തേപ്പിക്കാറുള്ളത്. തെറ്റാന്ന് പറയുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ബ്രഷ് ഉപയോഗിച്ച സമയത്ത് ഈ കവിളിൻ്റെ ഉൾഭാഗത്ത് ഈ ഭാഗം ഇങ്ങനെ ഒരയും. അങ്ങനെ ചെറിയ മുറിവുകളുണ്ടായി, അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. പലതരം ബ്രഷുകൾ ഞാൻ മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ടും നമ്മളിങ്ങനെ പല്ല് കുറച്ച് ഹാർഡാണല്ലോ, ഇങ്ങനെ തേക്കുന്ന സമയത്ത് അതേ മൂവ്മെൻറ്റിൻ്റെ ഉൾവശത്ത് കവിളിലും സംഭവിക്കുന്നതുകൊണ്ട് അവിടെ ക്ഷതം സംഭവിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇത്തരം സാധനങ്ങൾ കൊണ്ട് നാവ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിക്ക് നമ്മൾ നാവ് ക്ലീൻ ചെയ്യും. അപ്പോഴും ടേസ്റ്റ് അറിയാനും ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കിട്ടുന്നതനുസരിച്ച് ചില സമയത്ത് ഞങ്ങളുടെ ഇവിടെ ഉമിക്കരി അല്ലെങ്കിൽ കരിയൊക്കെ ഉപ്പ് ചേർത്ത് പൊടിച്ചൊക്കെ ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ഈ മാവിൻ്റെ കൂമ്പലകൾ കണ്ടോ, ഈ തളിരിലകൾ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അതുകൊണ്ട് ഇങ്ങനെ തേക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വിരലുകൾ ഉപയോഗിച്ച് പല്ല് തേക്കുന്നതുകൊണ്ട് ഉള്ളൊരു മെച്ചം, പല്ലുകളൊക്കെ പൊങ്ങാതെ നിരയൊത്ത് വളരാനും ഇടവരുത്തും. ശരിക്കും ടേസ്റ്റൊക്കെ നല്ല രീതിയിൽ അറിയാൻ ഇങ്ങനെ പല്ല് തേക്കുമ്പോൾ ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നത് മുഴുവൻ ഈ മാവിൻ്റെ, ഓരോ മാവിലേക്കും പ്രത്യേക ടേസ്റ്റാണ്. ആ മാവിലേൻ്റെ രുചിയാണ്. ഞാനത് ബാക്കി ഇവിടെ മാറ്റി വെക്കുകയാണ് അടുത്തയാൾക്ക് പല്ല് തേക്കാൻ. ഭയങ്കര തണുപ്പാട്ടോ വയനാട്ടില്. ഇനി ഒന്നെങ്കിൽ തെങ്ങിൻ്റെ ഈർക്കിള്, അതല്ലെങ്കിൽ അടയ്ക്കാമരത്തിൻ്റെ ഈർക്കിളായാലും നമുക്ക് ഉപയോഗിക്കാം. ഒക്കെ കിട്ടാൻ പ്രയാസമാണ്. നാട്ടിൻപുറം നന്മകളാ സമൃദ്ധം എന്ന് പറയുന്ന പോലെ. എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്ത് ഉപയോഗിച്ചിട്ട് നാവ് ക്ലീൻ ചെയ്യുക. ബ്രഷിനോ ടങ് ക്ലീനറിനോ ഒന്നും ഞാൻ എതിരല്ല കേട്ടോ. എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്തെന്നു മാത്രം. പറ്റുമെങ്കിൽ ഫോളോ ചെയ്തോളൂ. ബി ഹാപ്പി.